ഇവൾ ഈ സ്കൂളിലെ ഫേമസ് ആയ ഒരു ടീച്ചറാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവളെ ഗ്രാമത്തിലുള്ള ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വന്ന ആദ്യത്തെ ദിവസം തന്നെ സ്കൂൾ പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിലുള്ള എല്ലാവരെയും പോയി ഒളിക്കാൻ പറയുന്നു. നോക്കുമ്പോൾ ആ ഗ്രാമത്തിലെ വലിയൊരാൾ തന്റെ അനന്തരവനോട് ആരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് ചോദിക്കാനായി വരുന്നു. അതേസമയം ഇവൾക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിനുള്ളിൽ അവൻ കതക് തകർത്ത് അകത്തേക്ക് വരുന്നു. എന്നിട്ട് അവൻ അടിച്ച ഒരടിയിൽ തന്നെ ടേബിൾ രണ്ടായത് മാത്രമല്ലാതെ പ്രിൻസിപ്പലിന്റെ തലയിലിരുന്ന വിഗും പറന്നു പോകുന്നു. പ്രിൻസിപ്പൽ അവളോട് അവന് വേണ്ടി വേഗം തന്നെ ഒരു കോഫി കൊണ്ടുവരാൻ പറയുന്നു. ഉടനെ അവൾ ഒന്നും പറയാതെ കോഫി എടുക്കാനായി ഓടുന്നു. അതേസമയം അവൻ അവളെ കണ്ട് ഓൾറെഡി അവളെ അറിയാവുന്നതുപോലെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും അടുത്തേക്ക് പോയി അവളെ ബ്യൂട്ടി എന്ന് പറയുന്നു. പക്ഷെ അവൾ അതിന് കൊടുത്ത റിയാക്ഷൻ കണ്ട് ഡിസപ്പോയിന്റഡ് ആയവൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി അവൾ തന്റെ വീടിന്റെ ഡോർ തുറക്കുമ്പോൾ അറിയാതെ കീ ഒടിയുന്നു. അതിനേക്കാൾ മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഓണറിന്റെ കയ്യിൽ നിന്ന് സ്പെയർ കീ വാങ്ങാമെന്ന് വിചാരിച്ചു പോകുമ്പോൾ ഓപ്പോസിറ്റ് ആയി ഇവൻ നടന്നു വരുന്നു. നോക്കുമ്പോൾ അവന്റെ കയ്യിൽ വലിയൊരു കത്തിയും ഇരിക്കുന്നത് പോലെയുണ്ട്. അവൻ മുന്നോട്ട് നടന്നു വരുന്നത് കണ്ടവൾ പേടിച്ച് തിരിഞ്ഞോടുന്നു. അവനും അവളെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അവൾ പോലീസിനെ കോൾ ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റിൽ അവളുടെ പുറകിൽ എന്തോ കുത്തുന്നു. ഉടനെ അവൾ പേടിച്ച് ഫോൺ തറയിലിട്ടിട്ട് ഫ്രീസ് ആയി നിൽക്കുന്നു. നോക്കുമ്പോൾ പിന്നീടാണ് മനസ്സിലാവുന്നത് അവൻ തന്റെ അനന്തരവന് വേണ്ടി വാങ്ങിയ ചിക്കൻ സ്ക്വയേഴ്സ് ആണ് അവന്റെ കയ്യിലിരുന്നത്. അതേസമയം അവൻ തറയിൽ കിടന്ന ഫോൺ കണ്ട് എന്തിനാണ് പോലീസിന് കോൾ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഉടനെ അവൾ കയ്യിൽ ഇത്രയും വലിയ ടാറ്റു അടിച്ച് രാത്രി ഇങ്ങനെ വന്നാൽ ആരായാലും പേടിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവൻ കയ്യിൽ കിടന്ന സ്ലീവ് ഊരുന്നു. അപ്പോഴാണ് അതും ഫേക്ക് ആണെന്ന് മനസ്സിലാവുന്നത്. അവസാനം അവൾ അവനോട് ഡോർ ഓപ്പൺ ചെയ്യാൻ സഹായം ചോദിക്കുന്നു. അവൻ വേഗത്തിൽ ഓടി വരുന്നു. അത് കണ്ടതും അവൻ ഡോർ തകർക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് അവൾ അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ സിമ്പിളായി മതിൽ ചാടിക്കടന്ന് അകത്ത് നിന്ന് ആ ഡോർ തുറക്കുന്നു. അതിനുശേഷം എന്തോ പറയാനായി വരുന്നു. പക്ഷെ കയ്യിലിരിക്കുന്ന ചിക്കൻ തണുത്തു പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. ആക്ച്വലി അവൾ ഓവറായി മദ്യപിച്ചൊരു ദിവസം അവളാണ് അവന്റെ അടുത്തേക്ക് വന്ന് ബ്യൂട്ടി എന്ന് പറഞ്ഞത്. അതാണ് അവൻ ഇന്ന് തിരിച്ചു പറഞ്ഞത്. പക്ഷെ അവൾക്ക് അവനെ ഓർമ്മയില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് സ്കൂളിൽ വെച്ച് അവൻ നിരാശനായി തിരിച്ചുപോയത്.